ഞാൻ ഹംസക്കോയ, ലക്ഷദ്വീപ് ഫിഷർമാൻ യൂണിയൻ സെക്രട്ടറി. എനിക്ക് പറയാനുള്ളത് ലക്ഷദ്വീപിലെ കടമുത്ത് ദ്വീപിലെ കൊന്തള സമരത്തെക്കുറിച്ചാണ്. ഈ കൊന്തള സമരം ഏതാണ്ട് 2-3 ദിവസമായിട്ട് കൊന്തള സമരം കടമുത്ത് ദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൊന്തള സമരം ഉണ്ടായി എന്നത് ചോദിച്ചാൽ, നമ്മുടെ ദ്വീപിൻ്റെ സമ്പ്രദായം അനുസരിച്ച് മഴ സീസൺ ആകുമ്പോൾ ലക്ഷദ്വീപിലെ മിക്കവാറും ദ്വീപുകളിൽ ഈസ്റ്റ് സൈഡിൽ പാസഞ്ചറിനെ ഇറക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഇവിടെ ഓടങ്ങളിൽ പാസഞ്ചറിനെ ഇറക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി. അതുമാത്രമല്ല, ലക്ഷദ്വീപിലെ ഏറ്റവും റിസ്കി ഓപ്പറേഷനാണ് ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും 2018 നിശ്ചയിച്ച റൈറ്റ് അനുസരിച്ചുകൊണ്ടാണ് ഈ ലക്ഷദ്വീപിലെ തൊഴിലാളികൾ ഇന്നും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വേതനം വർദ്ധിപ്പിക്കുവാനോ അവരുടെ വിഷമം മനസ്സിലാക്കുവാനോ ഇതുവരെ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റോ ഇവിടുത്തെ അധികാരികളോ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടിയുള്ള സമരമാണ് കടമുത്ത് ദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ സമരത്തിന് ഒരു തീരുമാനത്തിലെത്താൻ അധികാരികൾക്ക് കഴിയാതെ വരികയാണെങ്കിൽ തീർച്ചയായും ലക്ഷദ്വീപ് ഫിഷർമാൻ യൂണിയൻ ലക്ഷദ്വീപിൻ്റെ മുഴുവൻ ദ്വീപുകളിലും ഈ സമരം വ്യാപിപ്പിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം 2018 നിന്ന് പെട്രോളിനും ഡീസലിനും എല്ലാ ഇന്ധന സാമഗ്രികൾക്കും വില കയറി. അതുമാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വില കയറി. എന്നിട്ടും ഈ തൊഴിലാളികൾക്ക് ഒരു ദിവസം 100 രൂപ ലഭിക്കുന്ന തരത്തിലുള്ള തൊഴിൽ പോലും ചെയ്യുവാനുള്ള അവസരം ഈ ദ്വീപുകളിലില്ല. എന്നിട്ടും അവർ ഈ നിവേദനം വർദ്ധിപ്പിക്കാതെ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയേണ്ടതുണ്ട്. ഞങ്ങൾ ഈ ദ്വീപുകളിൽ ജീവിക്കുന്നത് വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ്, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ്. പെട്രോളിന് എല്ലാ സ്ഥലത്തും 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങുമ്പോൾ ഇവിടെ പെട്രോൾ പമ്പില്ലാത്ത ദ്വീപുകളിൽ 150 രൂപ കൊടുത്ത് പെട്രോൾ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഡീസലിനും 150 രൂപ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ആരോടും ജയിക്കുവാനോ ആരെയും തോൽപ്പിക്കുവാനോ വേണ്ടിയല്ല. ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾ ഈ ദ്വീപിൻ്റെ ലക്ഷദ്വീപിൻ്റെ മുഴുവൻ ഭാഗത്തും ഈ സമരം വികസിപ്പിച്ചുകൊണ്ടിരിക്കും. സമരം പൂർണ്ണമായും ലക്ഷദ്വീപിനെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ തരുണത്തിൽ പറയുവാനുള്ളത്.